ഹമാസിനും ഗാസ ജനതയ്ക്കും കടുത്ത ഭീഷണിയുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിലുള്ള മുഴുവൻ ഇസ്രയേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അത്തരത്തിൽ ചെയ്തില്ലെങ്കിൽ ഒന്നിനെയും ബാക്കി വെച്ചേക്കില്ലെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. അവസാന മുന്നറിയിപ്പെന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ ട്രംപ് തന്റെ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹമാസുമായി US നേരിട്ട് ചർച്ച നടത്തുന്ന സ്ഥിരീകരണം വന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇത്തരത്തിലെ മുന്നറിയിപ്പ് എന്നതും വളരെ ശ്രദ്ധേയകരമായ കാര്യമാണ്. ട്രംപ് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിന്റെ സന്ദേശം തുടങ്ങുന്നത് ഷാലോം ഹമാസ് എന്നാണ്. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും, ഉടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ, പിന്നീടല്ല. നിങ്ങൾ കൊലപ്പെടുത്തിയ മുഴുവൻ ആളുകളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകണം. രോഗികളും വൈകൃതമുള്ളവരുമാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത്. നിങ്ങൾ അത്തരക്കാരാണ്. നിങ്ങളുടെ പണി തീർക്കാൻ ഇസ്രയേലിന് ആവശ്യമായതെല്ലാം ഞാൻ അയക്കും. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു ഹമാസ് അംഗം പോലും സുരക്ഷിതരല്ല എന്നും, നിങ്ങൾ ജീവിതം നശിപ്പിച്ചതിന് തൊട്ടു മുൻപുള്ള ബന്ദികളെ ഞാൻ കണ്ടിരുന്നു. ഇത് നിങ്ങൾക്കുള്ള അവസാന താക്കീതാണ്. നിങ്ങളുടെ നേതാക്കൾക്കുള്ള അവസാന താക്കീത്. ഇത് നിങ്ങൾക്ക് ഗാസ വിടാനുള്ള സമയമാണ്. ഒരവസരം കൂടി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഗാസ ജനതയോട് എനിക്ക് പറയാനുള്ളതാണിതെന്നും ട്രംപ് പറയുന്നുണ്ട്. ബന്ദികളെ നിങ്ങൾ പിടിച്ചു വെച്ചില്ലെങ്കിൽ മനോഹരമായ ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നും, നിങ്ങൾ ബന്ദികളെ വിട്ടയക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അന്ത്യമായെന്ന് ഉറപ്പിച്ചോളൂ എന്നും ഭീഷണിയും അതിലുണ്ട്. ഒരു നല്ല തീരുമാനം കൈക്കൊള്ളുന്നുവെന്നും, ബന്ദികളെ ഇപ്പോൾ തന്നെ വിട്ടയക്കുക എന്നും, ഇല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ് എന്നുമാണ് ട്രംപ് ട്രൂത്തിൽ പറയുന്നത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നാനാഭാഗത്തു നിന്നും സജീവമായി തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ അതിരൂക്ഷമായ ഇത്തരത്തിലുള്ള സന്ദേശം. ബദൽ ഗാസ പദ്ധതി സംബന്ധിച്ച് അറബ് രാജ്യങ്ങളും അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഒരുങ്ങിയിരുന്നു. പലസ്തീനികളെ പുറന്തള്ളാതെ 5 വർഷം കൊണ്ട് $5300 കോടി ചെലവിൽ ഗാസ പുനർനിർമ്മാണം ലക്ഷ്യമിടുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പദ്ധതി. ഇതിന് US പിന്തുണ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് അറബ് ലീഗിന്റെ പ്രതീക്ഷ. അടുത്ത ദിവസം മേഖല സന്ദർശിക്കുന്ന US പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന് മുന്നിൽ അറബ് നേതാക്കളെ പദ്ധതി വിശദീകരിക്കുമെന്നാണ് സൂചനയുള്ളത്. മാത്രമല്ല, ഹമാസ് പ്രതിനിധികളുമായി USഉം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ദോഹയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ കാര്യവും വൈറ്റ് ഹൗസ് തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇരുപക്ഷവും തമ്മിൽ ചർച്ചയും കൂടിയാലോചനയും തുടരുന്നതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദോഹയിൽ ഹമാസുമായി നടന്ന ചർച്ചകൾ ഇസ്രയേലിന് അറിവുള്ളതാണെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 1997 മുതൽ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയ ഹമാസുമായി ഇതാദ്യമായാണ് US നേരിട്ട് ചർച്ച നടത്തുന്നത്. ഹമാസ് പിടിയിലുള്ള US ബന്ദി ഇദാൻ അലക്സാണ്ടറിന്റെ മോചനത്തിനും കൊല്ലപ്പെട്ട 4 പേരുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിനുമായിരുന്നു ഇത്തരത്തിലൊരു ചർച്ച.